അങ്ങനെ ISL സീസണിലെ ഒന്നാം സ്ഥാനക്കാരോട് തോറ്റു, രണ്ടാം സ്ഥാനക്കാരോടും തോറ്റു. ഇനി മൂന്നാം സ്ഥാനക്കാരുമായിട്ടുള്ള മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരമാണ് ഈ വരുന്ന ശനിയാഴ്ച നടക്കാനായിട്ടിരിക്കുന്നത്. ഈ മത്സരത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, വെറുതെ അടുത്ത സീസണിലേക്കുള്ള ഒരു പ്രാക്ടീസ് മത്സരമായിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരോടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോടൊക്കെ പറയാനുള്ളത് കൊട്ടക്കണക്കിന് ഗോൾ മുടങ്ങിക്കാണ്ട് വീണ്ടും നാണം കെടുത്തരുത്. ഈ സീസണിൽ NFCയോ മുഹമ്മദൻസോ ഏതോ ഒരു ടീം ഒഴികെ ബാക്കി എല്ലാ ടീമുകളും ഊക്കിവിട്ട ഒരേ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു മൂന്നാം സ്ഥാനക്കാരോട് കൂടി കൊട്ടക്കണക്കിന് ഗോൾ വാങ്ങിയിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ താങ്ങാൻ വയ്യ ആരാധകരായ ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ നമ്മളെ ജംഷഡ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഖാലിദ് ജമീലിൻ്റെ പടയോട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സീസൺ അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ സാധ്യത കൂട്ടുന്ന ഒരു മുന്നേറ്റ നിര തന്നെയാണ് അവർക്കുള്ളത്. സനാൻ മുഹമ്മദ് ഉണ്ട്, അതുപോലെ തന്നെ സിവേറിയോ ഉണ്ട്, ഇമ്രാൻ ഖാൻ ഉണ്ട്. ഈ മൂന്ന് യുവതാരങ്ങളും നിറഞ്ഞാടുന്ന ഒരു കളിയാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റീഫൻ എസയും ഹാവി എർണാണ്ടസും റായ് ടിച്ചിക്കാവയും നയിക്കുന്ന ഒരു മധ്യനിര ഇന്ന് ജംഷഡ്പൂരിനുണ്ട് എന്നുള്ളത് ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഡിഫൻസ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ക്രിക്കോവിച്ചും അതുപോലെ നമ്മുടെ മലയാളി താരമായിട്ടുള്ള നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഉവൈസും അണിനിരക്കുന്ന ഒരു ഡിഫൻസ് നിര, ഒരു സ്ട്രോങ്ങും സ്ട്രെങ്ത്തുമായിട്ടുള്ള ഡിഫൻസ് നിര ജംഷഡ്പൂരിനുണ്ട്. എന്ത് കൊടുത്തും അവർ വിജയിക്കാനായിട്ട് നോക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനോട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, മാനം കാക്കാനെങ്കിലും ഈ വിജയം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കളിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവരുടെ മുന്നേറ്റ നിരയും മധ്യനിരയും ഡിഫൻസ് നിരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ കീപ്പറായിട്ടുള്ളത് ദ ഒൺ ആൻഡ് ഒൺലി ആൽബിനോ ഗോമസ് ആണ്. ബ്ലാസ്റ്റേഴ്സിന് ഗോമസിനെ പറ്റിയിട്ട് ഞാൻ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിന് പുറമെ ഈ സീസണിൽ സുനിൽ ഛേത്രിയുടെ പെനാൽറ്റി വരെ തടുത്തിട്ടിട്ടുള്ള ഒരേ ഒരു ഗോൾ കീപ്പറാണ് ആൽബിനോ ഗോമസ് എന്ന് പറയുന്നത്. അതായത് കളിയുടെ ഇടയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടിയത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് 99% ഉറപ്പാണ്. പിന്നെ കിക്ക് എടുക്കുന്ന ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ആൽബിനോ ഗോമസിനെയും താണ്ടിക്കഴിഞ്ഞ് ഗോൾ നേടാനായിട്ടുള്ള ശ്രമം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മുന്നേറ്റ നിരക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആവും, അതല്ലെങ്കിൽ നല്ല രീതിയിൽ പാടുപെടേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ലൈനപ്പ് പോലെ 4-4-2 എന്ന് പറയുന്ന ആ ഒരു ലൈനപ്പ് നിരത്താനാണ് കോച്ചുമാരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നോക്കിക്കോ മക്കളെ, ഈ ഒരു കളിയിലും നമുക്ക് ഒരിക്കലും ഗോൾ കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ മാച്ച് വീക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മൂഞ്ചിച്ച് വിട്ടിട്ടുള്ള FC ഗോവയെയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയും FC ഗോവയോട് 3-0 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സമനിലയിലും കുരുക്കിയിട്ടാണ് ജംഷഡ്പൂർ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു കളിക്ക് വരുന്നത്. അതിൻ്റെ ഇടയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡൊന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വമ്പൻ ടീമുകളെയൊക്കെ നല്ല രീതിയിൽ കിടപിടിക്കുന്നുണ്ട്. അപ്പം നമ്മളേതായാലും വമ്പൻ ടീമൊന്നുമല്ല, എങ്ങനെ വന്നാലും പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് മാനം കാക്കാൻ വിജയിക്കുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒന്നാം പാദത്തിൽ 1-0 എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു ടീം കൂടെയാണ്. നമുക്ക് അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങളായിട്ട് എടുക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആ ഒരു ലെവലിൽ തന്നെ ഈ ഒരു മാച്ച് കൂട്ടാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇതുവരെ കളിപ്പിക്കാത്ത ഏതെങ്കിലും താരങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആരെ വേണം നിലനിർത്തേണ്ടത്, ആരെ വേണം ഒഴിവാക്കി വിടേണ്ടത് എന്നൊക്കെ ഈ ഒരു മത്സരത്തിൽ നിന്നും തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. വിദേശ താരത്തെ സംബന്ധിച്ചിടത്തോളം ഡ്യൂസൻ ലെഗോട്ടറിന് ഒരു 90 മിനിറ്റും കളിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അടുത്ത സീസണിൽ പുള്ളിയെ വെക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഈ ഒരു മത്സരം കൂടെ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കണ്ടിട്ടാം. അതുവരേക്കും ബൈ.